വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവയിൽ എങ്ങനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഹെഡിങ്ങും അതിൻ്റെ സബ് ഹെഡിങ്ങൊക്കെ മാറ്റാനാണ് നമ്മളിപ്പോൾ നോക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ സൈഡിൽ കാണുന്ന ലോഗോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ഇത് ഇപ്പോൾ തന്നെ അത് വരും. ഓക്കെ ഗൈസ്, ഇത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരും. ഇതിനകത്താണ് നമ്മുടെ ലോഗോ കിടക്കണേ. സ്റ്റൈല് വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കുക. സ്റ്റൈല് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റൈലൊക്കെയാണ് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ കൊടുത്തേക്കണേ. അപ്പോൾ ഇതിനകത്ത് കുറേ ഇങ്ങനത്തെ ലോഗോസൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തോ കേട്ടോ ഗൈസ്. ഇതിനകത്ത് ഇങ്ങനത്തെ കുറേ ലോഗോസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇതേപോലെ ഒരു സിമ്പിൾ കാണിക്കുന്നത് അത് പ്രോകൾക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളൊന്നും കൂടി ഡിസൈനിലാണ് കേട്ടോ ഗൈസ് നമ്മൾ പോകേണ്ടത്. ഡിസൈനിൽ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് ഞാനെപ്പോഴും എടുത്ത് എലമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ ഗൈസ്. എലമെൻറ്റ്സിൽ ഇങ്ങനെ കുറേ ഉണ്ടാവും. ഓക്കെ, ടെക്സ്റ്റ് ഇങ്ങനെ കുറേ ഉണ്ടാവും. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കിട്ടും കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഇത് വരണം കേട്ടോ ഗൈസ് എടുത്തേക്കണേ. ഇതിനകത്ത് നമ്മളിപ്പോൾ ബ്ലാക്ക് പാൻഡർ ഓൾറെഡി ഒന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആനിമേഷൻ ചെയ്യാം. കണ്ടോ ഗൈസ്, ഇങ്ങനെ ആനിമേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ് നിങ്ങളുടെ പിക്ചറിനെ. പിന്നെ ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ഏറ്റവും മെയിനായിട്ട് ഇതിനകത്താണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെക്സ്റ്റ് മാത്രമാണ് ഇപ്പോൾ നോക്കണേ. അപ്പോൾ എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് എ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ആഡ് എ ടെക്സ്റ്റ് ബോക്സ് എന്ന് ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് എ ഹെഡിങ് ആണ് ക്ലിക്ക് ചെയ്യണേ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഒന്ന് ക്ലിയറുമ്പോൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അത് പൊക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട അഥവാ ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പ്രണവ് വ്ളോഗ്സ് ഒന്ന് സെർച്ച് ചെയ്യാം. ആദ്യം ഇങ്ങനെ താഴോട്ട് പോകുള്ളൂ. അതിൻ്റെ അത് നേരെ ആയിക്കോളൂ കേട്ടോ ഗൈസ്. കണ്ടോ, പ്രണവ് വ്ളോഗ്സ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എങ്ങനെയെങ്കിലും നമ്മളിത് ഇവിടെയൊക്കെ കയറ്റിയൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പം നമ്മളിത് കളഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് കളയാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്തേക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷേ നമ്മളിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അത് ഇതേപോലെ ഇടയ്ക്ക് കയറി വരും കുറേ സാധനങ്ങൾ. അപ്പോൾ കണ്ടോ, അത് ഈ ഒരു ഇൻഡു മാർക്ക് പ്രസ് ചെയ്ത് നിങ്ങൾ കളഞ്ഞാൽ മതി. നമ്മൾ ടെക്സ്റ്റ് ഇനി ആഡ് ഹെഡിങ് കൊടുത്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്യുക. PRANAV പ്രണവ് വ്ളോഗ്സ് 4.0. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ്ട് മാറ്റാം. ഫോണ്ട് ഇഷ്ടമുള്ള പോലെ കുറേ ഇതുണ്ട്. ലോഡ് ആയി കഴിഞ്ഞിട്ട് ഇത് വന്നോളും. പിന്നെ ഹെഡിങ്, സബ് ഹെഡിങ്, ഇങ്ങനെ കുറേ പരിപാടി. ഇങ്ങനെ നമുക്ക് ഹെഡിങ് ആണോ അതോ സബ് ഹെഡിങ് ആണോ എന്ന് നോക്കേണ്ടതാണ് കേട്ടോ ഗൈസ്. ഹെഡിങ് കൊടുക്കാം. പിന്നെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. റെഡ് വേണോ, പിങ്ക് വേണോ, ബ്ലൂ വേണോ, പർപ്പിൾ വേണോ, എന്ത് വേണമെങ്കിലും ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മെയിൻ കളർ ഇപ്പോൾ പർപ്പിളാണ് കേട്ടോ ഗൈസ്. എൻ്റെ ഫേവറേറ്റ് കളർ അതായതുകൊണ്ടല്ല, നമ്മുടെ മെയിൻ കളർ അതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ കുറേ ഇതുണ്ട്. എഫക്ട്സിൽ നോക്കുകയാണെങ്കിൽ കണ്ട ഗൈസ്, ഇതിവിടെ ആയിട്ട് വ്യത്യാസം കണ്ട ഗൈസ്. ഉണ്ടോ, ഇങ്ങനെ കുറേ എഫക്ട്സൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഉണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് പ്രണവ് വ്ളോഗ്സ് ഇങ്ങനെയൊക്കെ കുറേ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, പിന്നെ ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചിരിക്കാനും പിന്നെ ഇതിവിടെ ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണത് കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകും. അതാണ്. പിന്നെ ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ കുറേ ചെയ്യാൻ പറ്റും. എടുത്തിട്ട് ഇങ്ങനെ നീക്കാനൊക്കെ പറ്റും കേട്ടോ ഗൈസ്. അതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. വേറെ വീഡിയോയിൽ അതെന്തായാലും പറയേണ്ടതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ ചെയ്യണേ. എഫക്ട്സിൽ നമുക്ക് ഇത് വേണ്ട, നമുക്ക് ഇത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കണ്ടോ കൊടുത്തേക്കണേ. ഷെയ്പ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയാക്കാം, ഇങ്ങനെയാക്കാം. അങ്ങനെ നിനക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളിത് കളഞ്ഞു.
ഇതേ നമുക്കിത് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. ഇത് ഓക്കെ. അത് കഴിഞ്ഞ് ഗൈസ് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് നമ്മളിത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞണ്ടേ. എന്തായാലും നമുക്ക് ഇതെന്തായാലും കഴിഞ്ഞു. നമുക്കതേ ഈ ഒരു സേവ് ബട്ടൺ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിത് ഇവിടെ കണ്ടോ, ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഈ ബട്ടൺ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാനാണ്. സേവിൻ്റെ അപ്പുറത്ത് കൊടുക്കണത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നമ്മുടെ ഇത് സേവ് ചെയ്യാനായിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇത് നമ്മളൊരു വീഡിയോ ആണ്, ആനിമേഷൻ ആഡ് ചെയ്തില്ലേ, അതുകൊണ്ട് ഇതൊരു വീഡിയോ ആയിരിക്കുള്ളൂ ഗൈസ്. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മുടെ ഡിസൈൻ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. സേവ്ഡ് ടു യുവർ ഗാലറി എന്ന് പറയും. അപ്പോൾ നമ്മളിത് ബാക്ക് അടിച്ച് പോവാം. എന്നിട്ട് നമ്മുടെ ഗാലറി ചെന്നിട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. കണ്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്താണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബായ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലായിട്ട് കാണുന്നേക്ക് വരെ ബൈ. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ന്യൂ വീഡിയോസ് ഉടനെ തന്നെ വരാനുണ്ടായിരിക്കും കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ 47 സബ്ബായി. അതൊന്നും പോരാട്ടോ ഗൈസ്, നമുക്ക് എന്തായാലും ഇനിയും കുറേ വേണം. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും സബ് ചെയ്യണം, പിന്നെ വ്യൂസ് കയറണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും